അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂച്ചക്ക് വേണ്ടി കൈമുറിച്ച സംഭവം കേട്ടിട്ടുണ്ടോ? വരൂ നോക്കാം. മഹാനരായ ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവർ ഒരിക്കൽ നിസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് വസ്ത്രം മാറുന്നതിന് വേണ്ടി റൂമിലേക്ക് ചെന്നപ്പോൾ വസ്ത്രത്തിന്റെ കുപ്പായ കയ്യിൽ പൂച്ച കിടന്നുറങ്ങുകയാണ്. മഹാനവറുകൾ പൂച്ചയുടെ ഉറക്കത്തിന് വല്ല പ്രയാസവും സംഭവിക്കുമോ എന്ന് വിചാരിച്ച് പൂച്ച കിടക്കുന്നതിന് കുറച്ചു മുകളിലായി കുപ്പായത്തിന്റെ കൈ മുറിക്കുകയും ആ കുപ്പായം ധരിച്ച് നിസ്കാരത്തിന് വേണ്ടി പോവുകയും ചെയ്തു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ മുറിഞ്ഞ കൈയെടുത്ത് കുപ്പായത്തിൽ തുന്നി പിടിപ്പിക്കുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ പൂച്ചയോട് കാണിച്ച കാരുണ്യമാണ് ഇത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. പൂച്ചയെ പട്ടിണിക്കിട്ടതിന്റെ പേരിൽ കൃത്യമായ ഇബാദത്ത് നിർവഹിക്കുന്ന പെണ്ണ് അവൾ നരകത്തിലാണ് എന്ന് പറഞ്ഞത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാൻപേടയോടും അതുപോലെ തന്നെ ഒട്ടകത്തിനോടുമൊക്കെ കാരുണ്യം കാണിച്ച സംഭവം ചരിത്രത്തിൽ കാണാം. ഇത് ജീവിതത്തിൽ പിൻപറ്റിയ മഹാനരായ ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു പൂച്ചയോട് കാരുണ്യം കാണിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ അല്ലാഹു തആല നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. എല്ലാവരോടും കരുണയുള്ളവരായി നല്ലത് നൽകുന്ന, നല്ല സമീപനം നടത്തുന്ന നല്ലവരായി മാറാൻ ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ ധാരാളമായി പഠിക്കാം, പകർത്താം. അല്ലാഹു തആല ജീവിതത്തിൽ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.